അവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് രൂക്ഷമായ ഗന്ധമുണ്ടാക്കി. ഞങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചതാണ് ആ ഗന്ധം, ദുർഗന്ധം. അത് തുറന്ന് പ്രവർത്തിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ കോഴി മാലിന്യവുമായി, അറവ് മാലിന്യവുമായി കോഴിക്കോട്ടെ 2 മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ യൂത്ത് ലീഗ് തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ്. ഈ കോഴി മാലിന്യത്തിൻ്റെ ഗന്ധം, എത്രത്തോളം ദുർഗന്ധം എത്രമാത്രം ഉണ്ടാകുമെന്ന് ഈ കോഴിക്കോട്ടെ 2 മന്ത്രിമാർ മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് 2 ജാഥകളായി ഈ കേന്ദ്രം തുറന്ന് പ്രവർത്തിച്ചാൽ, ഈ അറവ് മാലിന്യ കേന്ദ്രം തുറന്ന് പ്രവർത്തിച്ചാൽ 2 ജാഥകളായി അറവ് മാലിന്യവുമായി ഈ 2 മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും എന്ന തീരുമാനം ഇവിടെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തത്. പോലീസ് ചെയ്തു, ഓക്കെ. അതിന് മുമ്പ് അവിടെ ഒരു അക്രമം ആസ്വദിച്ചു. കാരണം ഈ സമരം വളരെ ശാന്തമായി പോയിരുന്ന ഒരു സമരമാണ്. നമ്മളൊക്കെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തു. അവർ വളരെ മര്യാദയോട് കൂടിയിട്ട് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ആ സമരം ഹൈജാക്ക് ചെയ്തു. SDP എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആരോ ഹൈജാക്ക് ചെയ്തു എന്നുള്ള വസ്തുതയില്ല. ആരാണ് ഹൈജാക്ക് ചെയ്തത്? ഇപ്പോൾ ആ സമരം 21-ാം തീയതി രാവിലെ മുതൽ ആരംഭിച്ച സമരം വൈകുന്നേരം ഈ പറയുന്ന SP-യും അതുപോലെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും വരുന്നത് വരെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു സമരത്തിലേക്ക് ടിയർ ഗ്യാസ് എറിഞ്ഞാൽ, ഗ്രനേഡ് എറിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ജനങ്ങൾ പാനിക്കാവില്ലേ? ഒരു സംഘർഷത്തിൻ്റെ അവസ്ഥ ഉണ്ടാവില്ലേ? ജനങ്ങൾ പ്രതികരിക്കില്ലേ? അതല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു അക്രമം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതെങ്കിലും പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ടോ? പ്ലാന്റിന് നേരെ എന്ത് അക്രമം നടത്തിയത്? അതാരാ നടത്തിയത്? പോലീസ് പരിശോധിക്കട്ടെ. കാരണം പ്ലാന്റ് കത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്ലാന്റ് തകർക്കണമെങ്കിൽ കഴിഞ്ഞ 6 വർഷമായി ജനങ്ങൾക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ അതിനെന്തിനാണ്? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇനി ഏതെങ്കിലും ആളുകൾ പ്ലാന്റിന് പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് അത് പരിശോധിച്ച് പോലീസ് അത്തരം ആളുകളെ കണ്ടെത്തട്ടെ. അതിന് പകരമായി ആ പ്രദേശത്തെ ആളുകളുടെ വീടുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ മറവിൽ പുറത്തുനിന്നുള്ള ആളുകൾ വന്ന സമരത്തിൽ ഏതെങ്കിലും നിലക്കുള്ള പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കുന്നതിന് ആ പ്രദേശത്തുള്ള ആളുകളും എതിരല്ല. അതിന് പകരമായി ഈ 4000-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന, അതായത് അവരുടെ സമരം എന്താണ്? അവർക്ക് ജനിച്ച മണ്ണിൽ അവർക്ക് ജീവിക്കണം. മൂക്ക് പൊത്തി ഓരോ ദിവസവും വീട്ടിൽ കഴിയുന്ന അവസ്ഥ നമുക്ക് പോലും ആലോചിക്കാൻ കഴിയില്ല. അപ്പോൾ ആ പ്രദേശത്ത് ജനങ്ങളെ സമരം ന്യായമാണ്. ആ ന്യായം മുഖവിലക്കെടുക്കുന്നതിന് പകരം ആ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ നിരന്തരമായി ഉത്തരവുകൾ കൊടുക്കുകയാണ് സംസ്ഥാന ഭരണകൂടം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പഞ്ചായത്തിൻ്റെ റിപ്പോർട്ടുകൾ എൻ്റെ കൈവശമുണ്ട്. അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഗന്ധമുണ്ട്, ദുർഗന്ധമുണ്ട്. പുഴയിലേക്ക് ഇരുതുള്ളി പുഴയിലേക്ക് അവർ മലിനജലം ഒഴുക്കുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ, പ്രാദേശിക ഭരണകൂടത്തിൻ്റെ റിപ്പോർട്ടുകൾ, പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ റിപ്പോർട്ടുകൾ എന്താണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ കാണാത്തത്? അപ്പോൾ ഒരു അക്രമമുണ്ട് എന്ന് കാണിച്ചിട്ട് ഈ ന്യായമായ സമരത്തെ, അവരുടെ ആവശ്യത്തെ നിരാകരിക്കുകയാണോ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്? അതിനെ വേറെ രീതിയിൽ കാണട്ടെ. മാത്രമല്ല, 3 പഞ്ചായത്ത് മെമ്പർമാർ അവരെ പ്രതികളാക്കിയിരിക്കുന്നു. അതിനകത്തൊരു CPM-ൻ്റെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട്. അദ്ദേഹം യഥേഷ്ടം അവിടെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നിയമം, ഈ കേസിൽ പ്രതികളായ മറ്റുള്ള ആളുകൾക്ക് വേറെ നിയമം എന്നാണോ? അപ്പം ഇതിനകത്തൊക്കെ വലിയ നാടകങ്ങൾ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ കാപട്യങ്ങൾ, ഇരട്ടത്താപ്പ്, UDF പ്രവർത്തകരോട് ഒരു നിലപാട്, ഈ സമരത്തിൽ തന്നെ പ്രതികളായിട്ടുള്ള CPM പ്രവർത്തകരോട് മറ്റൊരു നിലപാട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവാണ്. ആരാണ് യഥാർത്ഥ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം പറയട്ടെ. അതിനു പകരം ഒരു പ്രദേശം മുഴുവനും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി ഇരുട്ടിൽ നിർത്തിയിട്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനെ മുഴുവൻ അട്ടിമറിക്കാം എന്നാണ് ഈ സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ അത് നടപ്പില്ല. ഈ സമരം ഞങ്ങളൊക്കെ ഏറ്റെടുക്കും. ആ പ്രദേശത്തെ ജനങ്ങൾ മാത്രമാവില്ല, അവരുടെ കൂടെ ഞങ്ങളുണ്ടാവും. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലക്കാണ് പ്ലാന്റ് തുറക്കുന്ന ഒരു ഘട്ടം വന്നാൽ കോഴി മാലിന്യവുമായിട്ട് ഞങ്ങൾ ഈ 2 മന്ത്രിയുടെ ഓഫീസിലേക്ക് സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു.